$2 ലക്ഷം വിമാനത്തിൽ നിന്ന് താഴേക്കു ചാടിയ മനുഷ്യൻ 50 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചോദ്യങ്ങൾ മാത്രം ബാക്കി. ആരാണ് DB കൂപ്പർ? എവിടേക്കാണ് അയാൾ അപ്രത്യക്ഷനായത്? 1971 നവംബർ 24 ഡാൻ കൂപ്പർ എന്ന പേരിൽ ഒരാൾ നോർത്ത് വെസ്റ്റ് ഓറിയന്റ് ഫ്ലൈറ്റിൽ കയറുന്നു. കാണാൻ സാധാരണ ബിസിനസ്സുകാരനെ പോലെ തന്നെ. വിമാനം പറന്നുയർന്ന് 10 മിനിറ്റിന് ശേഷം കൂപ്പർ ഒരു എയർ ഹോസ്റ്റസിനെ വിളിച്ച് ഒരു നോട്ട് കൈമാറുന്നു. അവളത് നോക്കുന്നില്ലെന്ന് കണ്ട കൂപ്പർ അവളെ വീണ്ടും വിളിച്ച് രഹസ്യമായി പറയുന്നു, മാഡം, അത് വായിക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിലൊരു ബോംബുണ്ട്. ഇത് കേട്ടതും എയർ ഹോസ്റ്റസ് പരിഭ്രാന്തയായി. കൂപ്പർ തൻ്റെ ആവശ്യങ്ങൾ അറിയിച്ചു. $2 ലക്ഷം, 4 പാരച്യൂട്ടുകൾ, കൂടാതെ സിയാറ്റിലിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ഒരു ടാങ്ക്. കൂപ്പറുടെ ആവശ്യങ്ങളെല്ലാം എയർലൈൻ സമ്മതിക്കുന്നു. സിയാറ്റിലിൽ യാത്രക്കാരെ ഇറക്കിയതിനു ശേഷം വിമാനം വീണ്ടും പറന്നുയർന്നു. അല്പസമയത്തിനു ശേഷം കൂപ്പർ എയർ ഹോസ്റ്റസിനോട് കോക്പിറ്റിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. വിമാനം 10,000 അടി ഉയരത്തിൽ വാഷിംഗ്ടണിന് മുകളിലൂടെ പറക്കുമ്പോൾ കൂപ്പർ പെട്ടെന്ന് ടെയിൽ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി, ഒരു പാരച്യൂട്ടും $2 ലക്ഷം എടുത്തുകൊണ്ട്. വർഷങ്ങളോളം FBI തിരഞ്ഞു, പക്ഷേ ഒരു തുമ്പും കണ്ടെത്താനായില്ല. 1978 നദിക്കരയിൽ നിന്ന് കൂപ്പറിൻ്റെ പണത്തിൽ നിന്ന് കുറച്ച് ഡോളർ ബില്ലുകൾ കണ്ടെത്തി. ഇന്നുവരെ DB കൂപ്പർ കേസ് FBIക്ക് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് DB കൂപ്പർ? എവിടേക്കാണ് അയാൾ അപ്രത്യക്ഷനായത്?